നമസ്കാരം. NainaCreationsൽ ഇന്ന് ബീട്രൂട്ടിൻ്റെ പായസമാണ് ഉണ്ടാക്കാൻ പോണത്. ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഒരു പിടി. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 5-6 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളർ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ ഉണക്കമുന്തിരിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്ത് കോരിയ ആ നെയ്യിലേക്ക് തന്നെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബീട്രൂട്ട് ഇങ്ങനെ കടിക്കണത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് നന്നായിട്ട് അരച്ചിട്ട് ചേർത്താലും മതി. ഇനി ഈ ബീട്രൂട്ട് നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ബീട്രൂട്ട് അരച്ചിട്ടാണ് നമ്മൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇനി ഈ ബീട്രൂട്ടിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇപ്പോൾ ബീട്രൂട്ടിലത്തെ വെള്ളമൊക്കെ നന്നായി വലിഞ്ഞിട്ടുണ്ട്. ബീട്രൂട്ട് ഇങ്ങനെ കറി വെച്ചിട്ടൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ പായസത്തിൻ്റെ രൂപത്തിലായാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇനി ഈ ബീട്രൂട്ടിലേക്ക് 250 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പാല് ചേർത്തിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മധുരം വേണ്ടതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതി. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരു 2 മിനിറ്റ് നേരം കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിപ്പോൾ അരച്ചിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടു, കഷ്ണം വേറെയും വെള്ളം വേറെ ആയിട്ട് കിടക്കണത്. അരച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.